തിരുവനന്തപുരം വർക്കല പാപനാശം ബീച്ചിലേക്കുള്ള വഴി ഇരുട്ടിലായി കാലങ്ങളായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വഴിവിളക്കുകൾ ഇല്ലാതായതോടെ സഞ്ചാരികളും ഭക്തരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ജനാർദ്ദനസ്വാമി ക്ഷേത്രം മുതൽ പാപനാശം പ്രധാന ബീച്ച് വരെയുള്ള റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. സന്ധ്യ ആയാൽ പ്രദേശമാകെ ഇരുട്ടിൽ മുങ്ങും. പിന്നീട് ഈ ഭാഗം ലഹരി മാഫിയകളുടെ താവളമാണ്. പാപനാശം ബീച്ച് മുതൽ ജനാർദ്ദനസ്വാമി ക്ഷേത്രം വരെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച വിളക്കുകാലുകൾ കത്താതായിട്ട് മാസങ്ങളായി. ഇതിന്റെ ഭാഗമായിട്ട് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികളും ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളും മദ്യപിച്ചിട്ടുള്ള മദ്യപന്മാരുടെ ശല്യവും സാമൂഹിക ശല്യവും ഭയങ്കര രൂക്ഷമായിട്ടാണ്. ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിലുള്ള കടകളിലെ വിളക്കുകൾ അണിഞ്ഞാൽ കൂരാക്കൂരിട്ടാണ്. അസമയം കഴിഞ്ഞ് ബീച്ചിൽ നിന്ന് വരുന്ന വിദേശീയരും സ്വദേശികളുമായ സഞ്ചാരികൾ ഭയത്തോടെയാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ MLA ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഈ തെരുവിളക്കുകൾ കത്താറായിട്ട് 6 മാസത്തോളമായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ജനാർദ്ദന ക്ഷേത്രത്തിന്റെ മുഖ്യ കേന്ദ്രം ആൽത്തറമുളി ജംഗ്ഷൻ മുതൽ പാവനാശം വരെയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ രാത്രി ഗാനങ്ങളിൽ ക്ഷേത്രക്കുളത്തിന് സമീപമാണ് ഇറച്ചിയും മറ്റു ആഹാരം വിളമ്പി പാചകമൊക്കെ ചെയ്ത് മാത്രമല്ല അവിടെ വിസർജനം ചെയ്തു വെക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പുലർച്ചെ 4 മണി മുതലാണ് പാപനാശം തീരത്ത് ബലിതർപ്പണം ആരംഭിക്കുന്നത്. നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി പുലർച്ചെ പാപനാശത്തെത്തുന്നത്. വഴിവിളക്കില്ലാത്തത് കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പാതയോരത്തുള്ള സ്ഥാപനങ്ങളിലെ പ്രകാശം മാത്രമാണ് സന്ധ്യ കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളത്. സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ ഇതും നിലയ്ക്കും. അടുത്തിടെയാണ് ലഹരി സംഘം ഈ മേഖലയിൽ ഏറ്റുമുട്ടുകയും പോലീസുകാരനുൾപ്പെടെ മർദ്ദനമേക്കുകയും ഉണ്ടായത്. പാപനാശം തീരത്ത് എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നാൽ സഞ്ചാരികൾ പാപനാശം തീരത്തെ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പാണ്. ജനം, തിരുവനന്തപുരം.